തിരുവനന്തപുരം കോർപ്പറേഷനിൽ CPM ഗുണ്ടായിസം ഡെപ്യൂട്ടി മേയർ ഉൾപ്പെടെയുള്ള വനിതാ കൗൺസിലർമാരെ കൈയേറ്റം ചെയ്തു. മർദ്ദനമേറ്റ മേയറും BJP കൗൺസിലർമാരും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ. കോർപ്പറേഷനിൽ അക്രമം വെച്ചുപൊറിപ്പിക്കില്ലെന്ന് മേയർ. വിശദാംശങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ശരിയാണ്. പ്രശാന്ത്, ഈ മേയറുടെയും ഡെപ്യൂട്ടി മേയറുടെ അടക്കമുള്ളവരുടെ ആരോഗ്യനില എങ്ങനെയാണ്? ഒപ്പം ഈ പോലീസ് ഈ CPM കൗൺസിലർമാർക്ക് കൃത്യമായ രീതിയിൽ ഒത്താശ ചെയ്തു എന്നുള്ള വിമർശനം തന്നെയാണ് ഉയർന്നത്. എത്രത്തോളം പ്രതിഷേധവും ശക്തമായി കഴിഞ്ഞു? KP ഗുരുതരമായ പരിക്കോടെ മേയറും ഡെപ്യൂട്ടി മേയറും അതോടൊപ്പം തന്നെ 9 കൗൺസിലർമാരും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റാണ്. ഞാൻ നിൽക്കുന്ന തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ അത്യാഹിത വിഭാഗത്തിലാണ്. നിലവിൽ ഇപ്പോൾ ഇവിടേക്ക് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ എത്തിയിരിക്കുന്നു. നേരത്തെ K സുരേന്ദ്രൻ മുൻ സംസ്ഥാന അധ്യക്ഷൻ എത്തിയിരുന്നു. അതോടൊപ്പം തന്നെ V മുരളീധരൻ MLA എത്തിയിരുന്നു. അങ്ങനെ നേതാക്കന്മാരെല്ലാം എത്തുകയും ഈ പരിക്കേറ്റ മേയറെയും അതോടൊപ്പം തന്നെ ഡെപ്യൂട്ടി മേയറെയും മറ്റ് കൗൺസിലർമാരെയും സന്ദർശിക്കുകയും ചെയ്യുന്നു. ഗുരുതരമായ പരിക്കാണ് ഈ മേയർക്ക് ഏറ്റത്. മേയറുടെ കാലിന് പരിക്കേൽക്കുകയും കാലിന് ഫ്രാക്ചർ ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിൽ പ്ലാസ്റ്റർ ഇട്ട് ഇവിടെ വിശ്രമിക്കുകയാണ്, ഈ ആശുപത്രിയിൽ വിശ്രമിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഡെപ്യൂട്ടി മേയറുടെ തലയ്ക്ക്, ആശാനാഥിന്റെ തലയ്ക്ക് പരിക്കേറ്റു. 2 തവണ ഛർദ്ദിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ മറ്റു കൗൺസിലർമാർക്കും ഗുരുതരമായ പരിക്കുകൾ ഏൽക്കുന്ന സാഹചര്യമുണ്ട്. അവർ എല്ലാവരും തന്നെ ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. ഗുരുതരമായിട്ടുള്ള പരിക്കാണ് ഏറ്റത്. CPMന്റെ കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ ആണ് ഇത്തരത്തിൽ അക്രമം ഉണ്ടായത്. മേയറും ഡെപ്യൂട്ടി മേയറും അവരുടെ മുറിയിലേക്ക് പ്രവേശിക്കാൻ എത്തുമ്പോഴാണ് ഇത്തരത്തിൽ തടഞ്ഞു വെക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. തടഞ്ഞു വെക്കുകയും അതോടൊപ്പം തന്നെ മേയറുടെ മുറിയിലേക്ക് പ്രവേശിപ്പിക്കാൻ കഴിയാത്ത രീതിയിൽ കസേരകൾ ഇട്ടുകൊണ്ട് അവിടെ തടഞ്ഞു വെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. തുടർന്നാണ് ഇത്തരത്തിൽ സംഘർഷം ഉണ്ടാകുകയും മേയറെ പിടിച്ചു തള്ളുകയും ചെയ്തു. മേയറെ കാലിന് പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. അതോടൊപ്പം തന്നെ മേയറെ മർദ്ദിക്കുന്നത് കണ്ട് തടയാനെത്തിയ മറ്റ് വനിതാ കൗൺസിലർമാരെ അടക്കം ഈ CPMന്റെ കൗൺസിലർമാരും അതോടൊപ്പം തന്നെ മറ്റ് പുറത്തുനിന്ന് എത്തിയ CPM പ്രവർത്തകരായിട്ടുള്ള ആളുകളും ഗുണ്ടകളും ചേർന്ന് മർദ്ദിക്കുകയും ചെയ്തു എന്നാണ് ഇപ്പോൾ പരാതിയായിട്ട് പറയുന്നത്. മർദ്ദിക്കുന്ന ദൃശ്യങ്ങളടക്കം പുറത്തു വരികയും ചെയ്തിരുന്നു. ക്രൂരമായ മർദ്ദനമാണ് ഈ കൗൺസിലർമാർക്ക് അടക്കം ഏൽക്കുന്നത്. വനിതയാണെന്നുള്ളൊരു പരിഗണന പോലും കൊടുക്കാതെയാണ് ഇത്തരത്തിൽ മർദ്ദനം ഉണ്ടായത്. ഇത്തരത്തിൽ ശാരീരികമായ അസ്വസ്ഥത ഉണ്ടാകുന്ന സാഹചര്യത്തിലാണ് എല്ലാവരെയും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കുന്ന ഒരു നിലയിലേക്ക് എത്തിയത്. നിലവിൽ മേയർ വി രാജേഷിന്റെ കാലിന് ഗുരുതരമായ പരിക്കുണ്ട്. കാലിൽ പ്ലാസ്റ്റർ ഇട്ട നിലവിൽ ഇവിടെ പ്രശാന്ത്, ഇത്തരത്തിൽ CPM ഗുണ്ടകൾ അഴിഞ്ഞാടുമ്പോഴും ഈ പോലീസ് എല്ലാ തരത്തിലും അവർക്ക് ഒത്താശ ചെയ്യുന്ന ഒരു ഇടപെടലാണ് നടത്തിയത് എന്നുള്ള വിമർശനം തന്നെയാണ് ശക്തമാകുന്നത്, അല്ലേ? KP തീർച്ചയായും പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഗുരുതരമായ വീഴ്ച സംഭവിച്ചു എന്ന് തന്നെയാണ് പറയേണ്ടിയിരിക്കുന്നത്. കാരണം ഇത്രയും ആക്രമണം നടക്കുമ്പോൾ, ഇത്രയും അക്രമ സംഭവങ്ങൾ നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോഴും പോലീസ് കാര്യക്ഷമമല്ലാതെയാണ് പ്രവർത്തിച്ചതെന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം പോലീസിന്റെ യാതൊരുവിധ ഇടപെടലും ആ കോർപ്പറേഷൻ ഉണ്ടായില്ല. സ്വാഭാവികമായും ഇത്തരത്തിൽ മേയർക്കും അതോടൊപ്പം തന്നെ മറ്റ് കൗൺസിലർമാർക്കും ഇത്തരത്തിൽ പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ട പോലീസ് അവിടെ ഉണ്ടായിരുന്നില്ല എന്നതാണ് ഏറ്റവും എടുത്തു പറയുന്നത്. അത് ആഭ്യന്തര വകുപ്പിനെ തന്നെ ഇപ്പോൾ നേരത്തെ സംസാരിച്ച V മുരളീധരൻ വിമർശിച്ചു. എന്തുകൊണ്ട് പോലീസ് അവിടേക്ക് എത്തില്ല, പോലീസിന്റെ ഭാഗത്ത് എന്തുകൊണ്ട് ഇത്തരത്തിൽ ഈ സംഘർഷ സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട്, അതായത് ഇത്തരമൊരു പ്രതിഷേധം ഉണ്ടാകുമ്പോൾ, നഗരസഭയ്ക്ക് അകത്തും പുറത്തും പ്രതിഷേധം ഉണ്ടാകുമ്പോൾ ആ സംഘർഷത്തെ ലഘൂകരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കേണ്ട പോലീസ് ആ സ്ഥലത്തേക്ക് എത്തിയില്ല എന്നാണ് ഏറ്റവും വലിയ വിമർശനമായി വരുന്നത്. എന്തുകൊണ്ട് പോലീസ് അവിടേക്ക് എത്തിയില്ല അത് വ്യക്തമാക്കണം. ഉന്നതതല അന്വേഷണം, അതായത് ഇത്തരത്തിൽ കൗൺസിലർമാർക്കടക്കം മർദ്ദനമേറ്റ സാഹചര്യത്തിൽ പോലീസിന്റെ അനാസ്ഥയിൽ, ഗുരുതര അനാസ്ഥയിൽ ഉന്നതതല അന്വേഷണം വേണമെന്ന ആവശ്യമാണ് ഇപ്പോൾ BJP മുന്നോട്ട് വയ്ക്കുന്നത്. മാത്രമല്ല കുറ്റക്കാരായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയടക്കം വേണമെന്ന ആവശ്യവും BJP മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇത്തരത്തിൽ നഗരസഭയുടെ പ്രവർത്തനങ്ങളെ തന്നെ താളം തെറ്റിക്കുന്ന നിലയിലേക്കായിരുന്നു ഇന്നത്തെ സമരം ചെയ്തത്, ഉപരോധ സമരം ചെയ്തത്. കരുതിക്കുട്ടി മുൻകൂട്ടി പദ്ധതി തയ്യാറാക്കിക്കൊണ്ട് കരുതിക്കുട്ടിയുള്ള അക്രമമാണ് തിരുവനന്തപുരത്ത് നഗരസഭയിൽ അരങ്ങേറിയതെന്നാണ് BJPയുടെ ആരോപണം. ഇത്തരത്തിൽ അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ഈ പരിക്കേൽക്കുന്ന നിലയിലേക്ക് എത്തുന്നത്. പ്രത്യേകിച്ച് എടുത്തു പറയുന്നത് KP വനിതാ കൗൺസിലർമാർക്കടക്കം മർദ്ദനമേറ്റു എന്നതാണ് ഏറ്റവും എടുത്തു പറയുന്നത്. അതായത് വനിതകളാണ് കൗൺസിലർമാർ എന്നതാ പരിഗണന പോലും നൽകാതെയാണ് ഇവരെ ക്രൂരമായി തല്ലിച്ചതയ്ക്കുന്ന നിലയിലേക്ക്, മർദ്ദിക്കുന്ന നിലയിലേക്ക് എത്തിയത്. മുൻകൂട്ടി തയ്യാറാക്കിയ പദ്ധതിയുടെ പുറത്താണ് ഇത്തരത്തിൽ ഈ കൗൺസിൽ യോഗം, അതായത് ഇത്തരത്തിൽ നഗരസഭയിലേക്ക് ഇവരെത്തുകയും സമരം ചെയ്യുകയും ഇത്തരം ആക്രമണം ഉണ്ടാക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തിയതെല്ലാം മുൻകൂട്ടി തയ്യാറാക്കിയ പദ്ധതിയുടെ ഭാഗമായിട്ടാണെന്നാണ് BJP മറ്റ് മുതിർന്ന നേതാക്കൾ അടക്കം പറയുന്നത്. കാരണം നമുക്കറിയാം കഴിഞ്ഞ ഈ ഒരു 45 വർഷത്തെ CPM ഭരണത്തിന് അറുതി ഭരിച്ചുകൊണ്ടാണ് തിരുവനന്തപുരം നഗരസഭയിൽ BJPയുടെ നേതൃത്വത്തിലൊരു ഭരണസമിതി അധികാരത്തിൽ വരുന്നത്. ആ ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം സുപ്രധാനമായ പല പ്രഖ്യാപനങ്ങളും ഉണ്ടായി. മാത്രമല്ല കോർപ്പറേഷൻ്റെ തന്നെ പല
കെട്ടിടങ്ങളും ഇത്തരത്തിൽ അന്യായമായി എടുത്തു വെച്ചിരിക്കുന്ന സാഹചര്യങ്ങളുണ്ട്. ആ കെട്ടിടങ്ങൾ പിടിച്ചെടുക്കുന്നതിനുള്ള നടപടി നടത്തി. അതോടൊപ്പം തന്നെ മറ്റ് സ്ഥലങ്ങളിലടക്കം അനധികൃത കെട്ടിടങ്ങളൊക്കെ നമുക്കറിയാം. ഇത്തരത്തിൽ കന്നിമേര മാർക്കറ്റ്, പാളയം മാർക്കറ്റിലടക്കം അനധികൃത കെട്ടിടങ്ങൾ നിർമ്മിക്കുകയും അവിടെ ഗുണ്ടാപിരിവടക്കം നടത്തുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഇതെല്ലാം മേയറുടെ നേതൃത്വത്തിൽ ഇടപെടുകയും അത് ഇടപെട്ടുകൊണ്ട് തന്നെ അവിടെ നടപടികൾ സ്വീകരിച്ചുകൊണ്ട് ആ ഗുണ്ടാപ്രവർത്തനത്തിന് തന്നെ അറുതി വരുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നഗരസഭയുടെ ഭാഗത്തുനിന്നും നിരവധി പ്രവർത്തനങ്ങൾ ഈ ഒരു കഴിഞ്ഞ 4 മാസം കൊണ്ട് 5 മാസം കൊണ്ട് നഗരസഭയെ വ്യത്യസ്തമാക്കി. മാത്രമല്ല സമൂഹത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ തന്നെ ഈ ഭരണസമിതിക്കെതിരെ വലിയ രീതിയിലുള്ള അനുകൂലമായിട്ടുള്ള ആളുകൾ അനുകൂലിച്ചെത്തുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. വലിയ രീതിയിൽ ഇത്തരത്തിലാകണം മേയറുടെ പ്രവർത്തനം, ഇത്തരത്തിലാകണം ഒരു ഭരണസമിതി എന്നാൽ ഇത്തരത്തിലാകണം എന്നതടക്കമുള്ള ആളുകൾ പറയുന്ന നഗരസഭാവാസികൾ പറയുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. ഇതിൽ വലിയ അസ്വസ്ഥത CPM ഉണ്ടായിട്ടുണ്ടെന്നാണ് പറയാൻ കഴിയുന്നത്. ഇതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇല്ലാ കഥകൾ മെനഞ്ഞുകൊണ്ട് ഇത്തരത്തിലൊരു ഭരണസമിതിയെ തകർക്കുക, ഭരണസമിതിയെ ഇല്ലാതാക്കുക എന്ന നിലപാടിലേക്ക് എത്തിയിരിക്കുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് പ്രശാന്ത് പറഞ്ഞതുപോലെ തന്നെ ഇങ്ങനെ അതിക്രമം അഴിച്ചു വിട്ടുകൊണ്ട് ഈ ഭരണത്തെ ഇല്ലാതാക്കാനുള്ള ഒരു നീക്കം തന്നെയാണ് CPM ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പ്രശാന്ത് ശങ്കരമംഗലത്താണ് മെഡിക്കൽ കോളേജിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്.